നമ്മള് വീണ്ടും ഒരു യാത്രയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ റോഡ് ട്രിപ്പുകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പക്ഷേ ഞാൻ ഡ്രൈവിംഗ് പഠിച്ച എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതുപോലെ ഡ്രൈവ് ചെയ്ത് നമുക്ക് ഓരോരോ ട്രിപ്പുകൾ പോകാൻ വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ടും ഒരു സൗത്ത് 4 സ്റ്റേറ്റ് കവർ ചെയ്യുന്ന ഒരു സൗത്ത് ഇന്ത്യൻ ട്രിപ്പ്. ഞങ്ങളുടെ ഈ സൗത്ത് ഇന്ത്യൻ ട്രിപ്പ് ആരംഭിച്ചത് തിരുവനന്തപുരത്ത് നിന്നാണെങ്കിലും ഈ യാത്രയിൽ ഞങ്ങൾ ആദ്യമായി വിസിറ്റ് ചെയ്തത് നമ്മുടെ പറശ്ശിനിക്കടവ് മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രമാണ്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഏകദേശം 700 വർഷത്തിലധികം പഴക്കമുള്ള അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് മുത്തപ്പൻ ക്ഷേത്രം. മുത്തപ്പൻ ക്ഷേത്രത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സത്യത്തിൽ തളിപ്പറമ്പ് ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്ത് അവിടെ നിന്നിട്ട് രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. നല്ല അതിരാവിലെ നമ്മളിവിടെ എത്തി. അതുകൊണ്ട് സത്യത്തിൽ വലിയ തിരക്കില്ലായിരുന്നു എന്ന് തോന്നി കടന്നപ്പോൾ. പക്ഷേ അകത്തോട്ട് കയറിയപ്പോഴാണ് മനസ്സിലായ, അയ്യോ ജനനിബിഡമായിരുന്നു കേട്ടോ. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ വളപട്ടണം നദിയുടെ തീരത്തായിട്ടാണ് ഈ ക്ഷേത്രമുള്ളത്. മുത്തപ്പനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ മുത്തപ്പനെ തെയ്യൻ രൂപത്തിലാണ് ആരാധിക്കുന്നത്. ഇതാണ് വളപട്ടണം നദി. ശരിക്കും ക്ഷേത്രത്തിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ഇത് കാണുന്നത്. അതിന്റെ സൈഡിലായിട്ട് ഇതാണ് ക്ഷേത്രത്തിന്റെ മുൻഭാഗം വരുന്നത്. രാവിലെ നല്ല സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മുത്തപ്പനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റി കേട്ടോ. ശരിക്കും അതൊരു ഭാഗ്യമായി കരുതുന്നു. ക്ഷേത്രത്തിനകത്ത് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ പ്രൊഹിബിറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ കാഴ്ചകളിലൊന്നും എടുക്കാൻ പറ്റാഞ്ഞത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയപ്പോൾ കണ്ണൂരിലെ സ്പെഷ്യൽ മുട്ടയപ്പം എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇത്. ശരിക്കും ഞങ്ങൾ ചോദിച്ചു, ഈ മുട്ടയപ്പം എന്ന് പറഞ്ഞ് മുട്ട ചേരുന്നതുകൊണ്ടാണോ ഇതിങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതല്ല, അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ആയതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര് വന്നതെന്ന് പറഞ്ഞു. എന്തായാലും സംഭവം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ഹൈവേ കേട്ടോ, ഒരു രക്ഷയില്ല, കിടിലനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കർണാടകത്തിലോട്ട് കയറി. കർണാടകത്തിൽ കയറിയിട്ടുള്ളതാണ് ഇൻട്രോ ഞാൻ നിങ്ങളെ കാണിച്ചത്. കാരണം ഇൻട്രോ ഒക്കെ എടുത്തത് അവിടെ വന്നിട്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ യാത്രകൾ ചെയ്യുന്നത് സത്യത്തിൽ വ്ളോഗ് പർപ്പസിന് വേണ്ടിയിട്ടൊന്നുമല്ല. എവിടെ പോയാലും ഇങ്ങനെ വീഡിയോ പിടിക്കുന്നതാണ്. പിന്നെ അതിൽ ചിലതൊക്കെ ഇങ്ങനെ വോയിസ് ഓവർ ഇട്ട് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്ത് ഇതിനകത്ത് ഇടുന്നത്. കാരണം എത്ര വർഷമായാലും ഇതവിടെ കിടന്നോളൂല്ലോ എന്ന് ഓർക്കും. പിന്നീട് അതൊരു ഹരമായി മാറി. ചെയ്ത് കഴിഞ്ഞ് കുറേ പേര് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, നമ്മളോട് സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ, ഡ്രൈവിംഗ് റിലേറ്റഡ് ടിപ്സ് പറഞ്ഞപ്പോൾ, അങ്ങനെ ഞാൻ സത്യം പറഞ്ഞ വഴിതെറ്റി ഈ ഒരു മേഖലയിൽ വന്നു വിട്ടതാണ്. പിന്നെ നമ്മൾ എവിടെ പോയാലും ഈ ഹൈവേ കൂടെ കുറേ പോയി കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും. അങ്ങനെ ഞങ്ങൾ ഒരു സൈഡ് റോഡ് പിടിച്ച് പതുക്കെ അങ്ങനെ ലെഫ്റ്റ് കയറി. കാരണം മാപ്പിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നല്ലോണം കടൽ കാണിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ കർണാടകത്തിലെ കടലൊന്ന് കണ്ടേക്കാലോ എന്ന് കരുതി. ഇതാണ് അപ്പം കർണാടകത്തിലെ കടൽ. ഒരു വ്യത്യാസവും ഇല്ല. നമ്മുടെ നാട്ടിലെ അതേ സാധനം, അതേ. ഞാൻ കരുതി ഭൂപ്രകൃതിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുമെന്ന്. പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഹൈവേയിലൂടെ യാത്ര വീണ്ടും ആരംഭിച്ചു. അവിടുത്തെ ഈ പാലം ഉണ്ടല്ലോ, നദിക്ക് കുറുകെ ഇങ്ങനെ പാലം കെട്ടിയിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ 4 സൈഡിലും ഉണ്ടല്ലോ ഈ അശോക സ്തംഭം വെച്ചിട്ട് ഇതുപോലത്തെ തൂണുകൾ അവർ ചെയ്തിട്ടുണ്ട്. എന്താണ് നമുക്ക് മനസ്സിലായില്ല കേട്ടോ. മിക്കവാറും ഉള്ള എല്ലാ പാലത്തിലും ആ പോകുന്ന വഴിക്കുള്ള നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ മൂകാംബിക വരെയുള്ള മിക്കവാറും ഉള്ള എല്ലാ പാലത്തിലും. പിന്നെ റൈറ്റ് സൈഡിലൊക്കെ സത്യം പറഞ്ഞാൽ ഇത് ക്ഷേത്രമാണോ അതോ വല്ല ഓഡിറ്റോറിയം ആണോ എന്ന് പോലും നമുക്ക് മനസ്സിലായില്ല. എന്തായാലും നല്ല ഭംഗിയിലാണ് അവർ കെട്ടിയിരിക്കുന്നത് കേട്ടോ. നമുക്കിതൊക്കെ ഒരു നല്ല പുതിയ കാഴ്ചകളായിരുന്നു. ഈ ഭാഗത്തോട്ട് കാറിൽ നേരത്തെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് രാത്രി ആയതുകൊണ്ടായിരുന്നു നമുക്ക് സൈഡ് നല്ലോണം കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 73 കിലോമീറ്ററാണ് മൂകാംബികയ്ക്കുള്ളത്. നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വിളിച്ച് ചോദിച്ചപ്പം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് 2:30 വരെ ഉള്ളു ലാസ്റ്റ് കുടജാദ്രിക്ക് ജീപ്പ് വിടുന്നതെന്നാണ്. നാളെ തൊട്ട് അവരെന്തോ സമരവുമാണ്. അവിടെ എന്തോ റോഡിൻ്റെ ഇഷ്യൂ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ആ സമയം കൊണ്ട് അങ്ങ് എത്തുമോ എന്നുള്ളത് അറിയത്തില്ല. നോക്കാം. നല്ല റോഡായതുകൊണ്ട് നമ്മൾ പ്രതീക്ഷേനെക്കാട്ട് നല്ല സ്പീഡിൽ തന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 2 മണിക്ക് മുന്നേ എന്തായാലും നമ്മൾ മൂകാംബിക എത്തുമെന്ന് തന്നെ നമുക്ക് ഉറപ്പായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു റൂമൊക്കെ എടുത്തിട്ടേക്കല്ലേ ഒന്ന് ഫ്രഷ് ആയിട്ട്, ക്ഷേത്രം അപ്പോഴത്തേക്ക് അടയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പം നേരെ എന്നാൽ കുടജാദ്രി പോകാം, പോയിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് രാത്രിയിൽ ക്ഷേത്രത്തിൽ കയറാമല്ലോ എന്നായിരുന്നു നമ്മുടെ ഒരു പ്ലാൻ. പൂജകളും
ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിറ്റേന്ന് രാവിലെ നമുക്ക് നടത്തുകയും ചെയ്യാമല്ലോ. എന്നിട്ട് രാവിലെ അവിടുന്ന് തൊഴുതിട്ട് വീണ്ടും നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനൊരു പ്ലാനിലാണ് നമ്മൾ എത്തിപ്പെടുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നതോ പ്ലാൻ ചെയ്യുന്നതോ ഒന്നും അല്ലല്ലോ നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. അപ്പം അങ്ങനെ കുറേ ഇൻസിഡൻസ് നമുക്ക് ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മൂകാംബിയുടെ കാര്യത്തിൽ എപ്പോഴും അങ്ങനാ. നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല അവിടെ നടക്കുന്നത്. ദേവിയും കൂടെ വിചാരിക്കണം എന്ത് സംഭവിക്കണം, എപ്പോ, എങ്ങനെ എന്നുള്ളത്. അപ്പം അതുപോലെ ചെറിയ ചെറിയ കുറച്ച് ഇൻസിഡൻസ് നമുക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് നമുക്കിതിൻ്റെ 2ാം ഭാഗമായി ഉടനെ കാണാം കേട്ടോ. ഓക്കെ, ബൈ.